നമസ്കാരം. നമ്മളിന്ന് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബുള്ളറ്റിൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മഴയെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. അതേ സ്ഥാനത്ത് മഴയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴ വരുന്നേക്കാളും മുമ്പൊക്കെ ഈ ഡാമുകളിലെ വെള്ളമൊക്കെ ഒരുപാട് വൈദ്യുതി ഉപയോഗിച്ച് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളം വരുമ്പോൾ അതൊന്നും അറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമുക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മഴ വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വൈദ്യുതിയും നമ്മൾ പുറത്ത് കാശിന് വിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡാമുകളൊക്കെ നിറയും. അപ്പോൾ ഡാമുകൾ ഒരിക്കലും നമുക്ക് തുറക്കേണ്ട ഒരവസ്ഥ വരില്ല. അപ്പോൾ അങ്ങനെ ഡാമുകളുടെ കാര്യം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഇവിടെ ഏറ്റവും അധികം ഭീതി പരത്തിയ ഒരു കാര്യമാണ് കപ്പൽ കടലിൽ മുങ്ങിയത്. കണ്ടെയ്നറുകൾ ഒരുപാട് ഒഴുകി നടക്കുന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് ഇപ്പോൾ എന്ത് പറയണം, നിങ്ങളാരും മീൻ കഴിക്കരുത്, മീൻ കഴിച്ചാൽ ക്യാൻസർ വരുന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അതൊക്കെ വെറുതെ പറയാം. നിങ്ങൾ ധൈര്യമായിട്ട് കുഞ്ഞുമീനും വലിയമീനും എല്ലാം മേടിച്ച് കഴിച്ചോളൂ. കാരണം ഞാൻ പറയാം, ഈ കടലിൽ മീൻ പിടിക്കുമ്പോൾ ജീവനോട് കൂടിയാണ് പിടിക്കുന്നത്. അത് പിടിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് വിഷമിടുന്നുണ്ട്. അതിനേക്കാളും വലിയ വിഷമൊന്നും ഇനി കടലിലില്ല. ഈ മനുഷ്യർ കൊണ്ടുവന്ന് ഇടുന്ന ആ വിഷം മീനിൽ ഒരു അല്പസ്വല്പമെങ്കിലും മനുഷ്യ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ടിയിരിക്കുക. അതുകൊണ്ട് കടലിൽ കിടക്കുന്ന മത്സ്യം നല്ല ശുദ്ധമായ മത്സ്യമാണ്. ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല. ഒരുപാട് ഗുണമുള്ളതാണ് നമുക്ക് ഈ കടലിൽ കിടക്കുന്ന ഉപ്പുവെള്ളത്തിലെടുക്കുന്ന മത്സ്യം. വെറുതെ നമ്മുടെ ഈ ആ മീൻ പിടിക്കുന്ന തൊഴിലാളികൾക്ക് പട്ടിണിയാക്കാൻ വേണ്ടി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് പടർത്തി ആൾക്കാരെ മനസ്സിൽ ഭീതി പലർത്തേണ്ട യാതൊരു കാര്യമില്ല. ആ കണ്ടെയ്നർ മറിഞ്ഞതിൽ യാതൊരു പ്രശ്നം നമുക്കില്ല. ആ വെള്ളമൊക്കെ ചെക്ക് ചെയ്തെല്ലാം ഒരു കുഴപ്പമില്ല എന്നുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, കടലിലെ മീനെ കൊണ്ടുവന്ന് കരയിൽ കീടനാശിനികൾ കലക്കി മനുഷ്യന് അസുഖം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു പെൺകുട്ടി മീൻ കഴിച്ചിട്ട് മരിച്ചെന്ന് നിങ്ങൾക്കറിയാലോ. അതൊക്കെ പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഈ കൊല്ലാകൊല ചെയ്യണം, പുറത്ത് കൊണ്ടുവന്നിട്ട്. എന്നിട്ട് പറയണത് കടലിൽ കണ്ടെയ്നർ മറിഞ്ഞിട്ടാണ് മീനിൽ വിഷം വരുന്നത്. മനുഷ്യരാണ് വിഷം ചേർക്കുന്നത്. മനുഷ്യർ ചേർക്കുന്ന കൊടും വിഷമാണ് മീനിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കടലിലെ മീൻ ഒരു വിഷമം വിചാരിക്കേണ്ട, നിങ്ങൾ കടത്തിയോളൂ. അതുപോലെ തന്നെ സ്വർണ്ണവില കൂടിയ പോലെ തന്നെ ഈ ആഴ്ച അതേപോലെ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വർണം വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇനി എന്തായാലും പെട്ടെന്ന് കൂടുന്ന ലക്ഷണമില്ല. ട്രംപ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വാർത്ത, ബിഗ് വാർത്ത എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ മാനേജരെ അടിച്ചു എന്ന് പറയുന്നത്. അതിൽ യാതൊരു സത്യവുമില്ല. ഉണ്ണിമുകുന്ദൻ്റെ വളർച്ചയിൽ അസൂയ കൊണ്ട കുറേ ആൾക്കാരുണ്ട്. അവർ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യങ്ങളാണ്. ഈ മാനേജരെ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജരെ അടിച്ചിട്ടില്ല. മാനേജർ ഉണ്ണിമുകുന്ദനെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് വരുത്തുക. മാനേജർ പല സെറ്റുകളിലും പോയി പല പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പല സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് മോശമായി പെരുമാറുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ദേഷ്യം വന്ന് വഴക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ച് ചവിട്ടി പൊട്ടിച്ചു. ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഉണ്ണിമുകുന്ദൻ പറയണതാണ് സത്യം. അതുപോലെ തന്നെ ടോവിനോനെ കുറിച്ച് വളരെ മോശമായി ടോവിനോനെ പടത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഉണ്ണിമുകുന്ദൻ സംസാരിച്ചു എന്ന് പറയുന്നത്. രണ്ടുപേരും ഞങ്ങളെ തൃശ്ശൂർകാരാണ്. രണ്ടുപേർക്കും വളരെയധികം സുഹൃത്തുക്കൾ അവർ. പിന്നെ അവരെ തമ്മിൽ തെറ്റിക്കാനും കൂടി ഈ മാനേജർ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല നടന്മാരും അവരെ കൂടെയുള്ള മാനേജർമാരെ ശ്രദ്ധിക്കുക. അവരെപ്പോഴാണ് പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞ് കൊത്തുക എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് നമുക്ക് അഖിൽ മാരാരാണ്. അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം കിട്ടി, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അഖിൽ മാരാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ആഴ്ചയിലത്തെ ഒരു ബിഗ് ന്യൂസായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ കിളി പറഞ്ഞുള്ളൊരു നമ്മുടെ റീൽസിൽ അഭിനയിക്കുന്ന നമ്മുടെ ഒരു നീഗ്രോ ഉണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നാണ് പുതിയൊരു വാർത്ത. അദ്ദേഹം കേരളത്തിൽ വന്നതോടൊപ്പം തന്നെ ടോപ്പ് സിംഗർ, ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗറിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എപ്പിസോഡുകളാണ് കഴിഞ്ഞു പോയത്. അതിൽ സഹിക്കാൻ പറ്റാത്തൊരു എപ്പിസോഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ജഡ്ജിയായിട്ടിരിക്കുന്ന ബെന്നി എന്ന് പറഞ്ഞ ഒരു ജഡ്ജി അദ്ദേഹത്തിനെ സരിഗമ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇത്രയും നല്ലൊരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ ഈ നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ചോദിക്കുന്നത്. പാവം മനുഷ്യൻ. ഇവിടെ സ്ക്രീൻ പ്രൈസ് എവിടെ കിട്ടുന്നോ അവിടേക്ക് ചാടി വീണതാണ് ഇവിടുത്തെ ജഡ്ജിമാരുടെ സ്വഭാവം. അതേപോലെ തന്നെ ബെന്നി ചെയ്തത്. അവരെ സരിഗമ പഠിപ്പിച്ച് നമ്മളെ ബോറടിപ്പിച്ചു. ആ നേരം കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് പാടിച്ച് ഒന്ന് ഡാൻസ് ചെയ്യിച്ചെങ്കിൽ എത്ര നല്ലതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ മോശമായിട്ട് ആ സീൻ അത് വളരെ ലെങ്തിയാണ് ആ സീൻ. ഇത്രയും സമയം നമ്മളെ ബോറടിപ്പിച്ചതിന് ആ കിളിപ്പോൾ തന്നെ ആളുടെ കിളി പോയിൻ്റാവും. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ മൂപ്പരെ കൊണ്ട് പറയിച്ചത്. അപ്പോൾ പിന്നെയുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ തിക്കും തിരക്കും ബഹളമെന്ന് വെച്ചാൽ ഷാജി ആ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സ്ത്രീ ഒരമ്മേനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക. സ്വന്തം അമ്മേനെ ഒന്ന് ആലോചിക്കണം. അപവാദങ്ങൾ പറഞ്ഞു കൊടുത്ത് യൂട്യൂബർമാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ അമ്മയുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും കേൾക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മകളാണ് ഇതുപോലെ അമ്മേനെ ഇതുപോലെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ആഴ്ചയിൽ നമുക്ക് ഏറ്റവും ഒരു വിഷമമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് തോന്നി. എന്നിരുന്നാലും പല ആൾക്കാരും പല സ്വഭാവമല്ലേ. നമുക്ക് ആരും നന്നാക്കാനും പറ്റില്ല, ആരും മോശമാക്കാനും പറ്റില്ല. അതൊക്കെ അവരേതായുള്ള രീതി പോലെ. അതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അലക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ പിന്നെയുള്ളത് കുഞ്ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുണ്ട്. അദ്ദേഹം അതുപോലെ നമ്മുടെ ബോച്ചോ അവരെയൊക്കെ കുറേ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. അവരൊക്കെ ഒരുപാട് തട്ടിപ്പുകളും മത്തങ്ങകളൊക്കെ അവർ നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ചെന്ന് ചാടാണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറുനാടൻ മലയാളി ചാനലിൽ അതിനെപ്പറ്റിയുള്ള വിശദമായുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. മുഖം നോക്കാതെ നമ്മൾ ആ പല ചാനലുകളും സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇന്നിവിടെയുള്ള വൻകിട ചാനലുകളൊന്നും മിണ്ടില്ല. കാരണം എന്താണ്, ബോച്ചോൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പരസ്യത്തിന് കാശ് കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ അവരെ മോശമായിട്ടും അവരെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യം കൊടുക്കലില്ലാണ്ടാവല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ള മറ്റുള്ള മുൻനിര ചാനലുകാർക്ക് പേടിന്. അപ്പോൾ അതുപോലെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മറുനാടൻ മലയാളി സാജൻ കലക്കി പൊളിച്ചത്. അതുകൊണ്ടൊരു ബിഗ് സല്യൂട്ട് ഈ ആഴ്ച കൊടുക്കാണ്ടിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അപ്പോൾ അതൊക്കെ ഇനി നമ്മുടെ ഇന്നത്തെ കാലത്തെ അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ വന്നിരിക്കുക. അപ്പോൾ അവിടെ 3 പാർട്ടിക്കാരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് BJP, ഒന്ന് മാർക്സിസ്റ്റ്, ഒന്ന് കോൺഗ്രസ്. ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ ആയ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റിച്ചൂല് കൊണ്ടുവച്ചാലും ജയിക്കും. അതാണ് അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് പാർട്ടീനെ വലുതാക്കാനായിട്ട് അവർക്ക് സമയമില്ല. അവർക്ക് അവരേതായുള്ള ഭരണം കിട്ടി കഴിയുമ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ 5 കൊല്ലം കൂടി കിട്ടുമ്പോൾ അതൊരു ബോണസായി കണ്ടുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുത്തു. കാരണം ഭരിക്കുന്ന പാർട്ടികൾക്ക് അങ്ങനെയാണ് എല്ലാവരും ചിന്തപ്പാട്. ഭരിക്കുന്ന പാർട്ടികൾ എത്ര നല്ലത് ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും ചിലപ്പോൾ കാണില്ല. ചെറിയ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് അത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും അവരെ ഭരണത്തിൽ നിന്ന് ഇറക്കാനുള്ള ഭയങ്കര ഒരു മലയാളികളുടെ ഒരു വലിയൊരു സ്വഭാവം അത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കവടി നേരത്തായിട്ട് നമുക്ക് പറയാം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും നമുക്ക് വ്യക്തമായിട്ട് പറയാം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ അൻവർ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഒരു തിരുത്തൽവാദിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കോൺഗ്രസ്സിൽ എടുക്കാതിരുന്നത് കോൺഗ്രസ്സുകാർക്ക് വലിയൊരു നഷ്ടമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം നിന്നാൽ അത് കോൺഗ്രസ്സിന് കുറച്ച് ക്ഷീണമായിട്ട് മാറും. അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജനങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസ്സിലാളില്ല. കോൺഗ്രസ്സിലാകെ അങ്ങോട്ട് അധികാര പോരാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസ്സിനെ ജയിപ്പിക്കുന്നത് കോൺഗ്രസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല കേട്ടോ. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്, മലയാളികളുടെ സ്വഭാവം അങ്ങനെയാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുക, അത് അവരൊരു വികാരമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരെങ്കിലും കൂടുതൽ നിഷ്പക്ഷവാദികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു 5 ആളെ കൊന്ന ആ പയ്യൻ്റെ ആത്മഹത്യയാണ്. ആത്മഹത്യയായിട്ടിപ്പോൾ വെന്റിലേറ്ററിൽ എന്താണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത് ഇങ്ങനെയുള്ള ഓരോ കേസുകളിൽ ഓരോരുത്തർ വരുമ്പോൾ ജയിൽ അതിർത്തികൾ ജയിലുള്ള അവരുടെ അധികാരികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവരൊക്കെ തൂങ്ങി ചാവാനായുള്ളൊരു അവസരമൊന്നും അവർക്ക് കൊടുക്കരുത്. അത്രയും നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. എന്നിരുന്നാലും എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ആഴ്ചയിലത്തെ ബിഗ് ന്യൂസ് ഇതൊക്കെയാണ് ഈ ആഴ്ച നടന്നുള്ള ബിഗ് ന്യൂസുകൾ.
അതിൽ നമുക്ക് നല്ല വാർത്തകളുണ്ട്, അതുപോലെ മോശം വാർത്തകളുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് വീണ്ടും പറയുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യബന്ധന ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്ന് കഞ്ഞുടി മുട്ടിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരില്ലാത്ത കഥകൾ പടച്ചു വിടരുത് എന്ന് നമുക്ക് പറയാനുള്ളത്. കടലിലെ മീൻ യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ ഏത് മീൻ വേണമെങ്കിലും എടുത്ത് കഴിച്ചോളൂ. അതിലൊന്നും ഒരു വിഷവും ഇല്ല, ഒരു ക്യാൻസറും വരില്ല, ഒരു ചുക്കും വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കരയ്ക്ക് വന്നിട്ടുണ്ട് അതിനെ വിഷം കൊണ്ടുവന്ന് മയക്കി അതിനെ നമ്മളെ കൊണ്ടുവന്ന് തീറ്റിച്ച് നമ്മുടെ ക്യാൻസറും മറ്റുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ വൻകിട കമ്പനിക്കാർ ലേലം വിളിച്ച് അത് എത്രയോ മാസങ്ങളായിട്ട് ഇരിക്കാനും, അതുപോലെ തന്നെ എപ്പോൾ മീൻ വില കൂടുന്നു അപ്പോൾ അവരെടുത്ത് പുറത്തിറക്കും. അതാണ് കാര്യം. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താ വെച്ചാൽ കൊറോണ തല പൊക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലാകെ 3 മരണം കൊറോണ വിധം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇനി മാസ്കും കാര്യങ്ങളൊക്കെ അധികം ആൾക്കൂട്ടം ഇല്ലാത്തവർക്കൊന്നും പോകാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ ബിഗ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.